എൻ്റെ പൊന്നു ചങ്കുകളെ, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. എല്ലാവരും താഴെ നേരത്തെ റെഡി ആയി നിൽപ്പുണ്ട്. ഞാൻ വന്നപ്പോൾ ലേറ്റായി പോവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ അഞ്ചാളോട് നേരെ ചെന്ന് വെച്ച് പിടിച്ചത് ക്യാരവനിലോട്ടാണ്. ഈ കാണുന്നതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് എത്തി ബുക്ക് മൊത്തം ശ്രീധരൻ അയച്ച് പെറുക്കി എന്താ വാങ്ങേണ്ടത്. അങ്ങനെ അവസാനം നമ്മൾ ഫൈനലി എത്തിച്ചേർന്ന് എന്താ വാങ്ങേണ്ടതെന്നല്ലേ, നോക്ക്, സീ ഫുഡ്. അങ്ങനെ നമ്മൾ ഒറ്റ ബക്കറ്റ് സീ ഫുഡിന് നേരെ അങ്ങോട്ട് ഓർഡർ കൊടുത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിക്കൊണ്ടാണ് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെൽക്കം ഡ്രിങ്ക്സ് എത്തി. കൂടെ ചെറിയൊരു മട്ടൻ സൂപ്പും ഉണ്ടായിരുന്നു കേട്ടാ. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഈ സൂപ്പൊന്നും കഴിച്ചിട്ട് നമ്മുടെ വിശപ്പ് മാറിയില്ല. അങ്ങനെ അവസാന കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഐറ്റം എത്തി ഗായ്സ്. നല്ല പച്ച വാഴയിലോട്ട് നല്ല ചൂട് ചോറും കൂടെ നല്ല പതുപതുത്ത വെള്ളയപ്പവും നല്ല അടിച്ച് പരത്തി ചന്ന പിന്നെ കീറി പറിച്ച് നല്ല കിണ്ണം കാച്ചി പൊറോട്ടയും. എൻ്റെ പൊന്നു മുത്തുമണികളെ, ഒന്നും പറയാനില്ല കേട്ടോ. നമ്മളെ പ്രധാന ഐറ്റമായിട്ടുള്ള സീ ഫുഡും ഞണ്ടും കൊഞ്ചും മാന്തലും കൂന്തലും കല്ലുമ്മക്കൈ എന്താ പറയാനുള്ള എല്ലാം കൂടെ കൂടിയിട്ട് സവാരി ഗിരി തന്നെയായിരുന്നു. എൻ്റെ പൊന്നു ചങ്കുകളെ, ആ ലൈക്ക് അടിച്ച് ആ ഷെയർ ചെയ്യാനും കൂടി ഒന്ന് മറക്കല്ലേ. കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ, എന്നാ വാ നേരെ പൊറോട്ട എടുത്തിട്ട് നമുക്ക് ചാറിൽ മുക്കി ഒന്ന് അടിച്ചു നോക്കാം. ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ചാറിൽ ഇങ്ങനെ മുക്കുക. ഒന്ന് കഴിച്ചു നോക്കിയേ. പൊന്നെ, ഒന്നും പറയാനില്ല. കൂടെ നമ്മുടെ കല്ലുമ്മക്കായ അതിങ്ങനെ പൊളിച്ചിട്ട് കഴിക്കണം. ഒന്നുമല്ല, കൂടെ നമ്മുടെ ഈ കൂന്തൽ, ഒരു രക്ഷയില്ല. അവസാനം യുദ്ധഭൂമിയിൽ വീണ് കിടക്കുന്ന പടയാളികളുടെ അവസ്ഥയായി നമ്മുടെ വാഴയിലെ സീ ഫുഡിൻ്റെ അവസ്ഥ. വയറ് നിറഞ്ഞുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പില്ല. അതുകൊണ്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.